ഇതിൻ്റെ ഒരു ടെക്സ്ചർ അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊരു ജസ്റ്റ് സ്പ്രേ ഇറ്റ് ഡയറക്ട്ലി ഓൺ ടു ദ സ്കാൽപ്പ് ആൻഡ് ജെൻറലി മസാജ്. ഡ്രൈ ഹെയറിലും വെറ്റ് ഹെയറിലും യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ആഫ്റ്റർ യൂസ് ഹെയർ വാഷ് ചെയ്യേണ്ട, നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ട കാര്യമില്ല. സ്കാൽപ്പിൽ ഗ്യാപ്പ് പോലുള്ള ഹെയർ കുറഞ്ഞ സ്ഥലങ്ങളിൽ പോലും നമുക്ക് ന്യൂ ബേബി ഹെയർസ് വരാൻ തുടങ്ങും. വിത്തിൻ ജസ്റ്റ് 2 വീക്സ് തന്നെ നമുക്ക് ചെറിയ റിസൾട്ടൊക്കെ നോട്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറാണ്. ഹോണസ്റ്റ്ലി ആദ്യം ഇതിൻ്റെ പ്രൈസ് കേട്ടപ്പോൾ ഞാൻ തന്നെ ഷോക്കായിപ്പോയി. ബട്ട് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വൈ ദിസ് പ്രോഡക്റ്റ് ഈസ് ദിസ് മച്ച് ഹൈപ്ഡ് എന്ന്. ഇതിൻ്റെ ടെസ്റ്റ് സൂപ്പറാണ്, പറയാതിരിക്കാൻ പറ്റില്ല. വിത്തിൻ ജസ്റ്റ് 2 വീക്സ് തന്നെ റിസൾട്ട് എനിക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ സ്പ്ലിറ്റ് എൻഡ്സ്, വീക്ക് ഹെയർ എല്ലാം ഗ്രാജുവലി റെഡ്യൂസായി ഹെയർ കൂടുതൽ സ്ട്രോങ് ആയി ഹെൽത്തി ആൻഡ് ഫീൽ ആവും. നമ്മുടെ ഹെയർ നല്ല, നമുക്ക് തന്നെ നമ്മുടെ ഹെയർ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കാൻ തോന്നും. കാരണം ഭയങ്കര സോഫ്റ്റ് ആവും. ലൈക്ക് നമ്മളൊരു സ്പാ ചെയ്തിട്ട് വരുന്ന ഒരു എഫക്റ്റ് ഒക്കെ സെയിം നമുക്ക് ഡെയിലി നമ്മളിത് യൂസ് ചെയ്യാണ്. കാരണം ജസ്റ്റ് 2-3 സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് സ്പ്രെഡായി നല്ലൊരു മിൻറ്റ് എഫക്റ്റ് ആണ്. ഇത് മെയിൻലി നമ്മൾ സ്കാൽപ്പിലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അനദർ ബെസ്റ്റ് പാർട്ട് ഡാൻഡ്രഫ്, സ്കാൽപ്പ് ഇച്ചിങ്, ഇതൊക്കെ റിയലി നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സ്പ്രേ ചെയ്യുമ്പോൾ കിട്ടുന്ന മിൻറ്റ് എഫക്റ്റ് അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കൂളിംഗ് എഫക്റ്റ് ആണ്. സ്കാൽപ്പ് മുഴുവൻ സൂപ്പർ ആൻഡ് ഫ്രഷ് ഫീൽ ആയിരിക്കും. പിന്നെ ഹോണസ്റ്റ്ലി ഹെയർ ഗ്രോത്ത് വളരെ ഫാസ്റ്റായി നോട്ടീസ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ വിത്തിൻ 1 or 2 months ലെങ്ത്, വോളിയം രണ്ടിലും ഡിഫറൻസ് കാണാം. പിന്നെ ഇതിൻ്റെ മിൻറ്റ് എഫക്റ്റ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറെ ലെവൽ ഫീലിംഗ് ആണ്. അത് നമുക്ക് വേർഡ്സിലൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അത്രക്കും നമുക്ക് ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരു ഓയിലിനോ ഒരു സിറത്തിനോ ഞാൻ ഈ ഒരു മിൻറ്റ് എഫക്റ്റ് ഇത്രക്കും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മളിത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം വാഷ് ചെയ്യുമ്പോഴും നല്ല കൂളായിരിക്കുള്ളൂ, നമ്മുടെ സ്കാൽപ്പ് നല്ല കൂളായിരിക്കുള്ളൂ. ഭയങ്കര സ്മെല്ലുമാണ്. ഇതിൻ്റെ ഒരു അടിപൊളി പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ലക്ഷറിയസ് സ്മെല്ലാണ്. നമുക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഹെയർ സ്മെല്ല് ചെയ്യാൻ തോന്നും. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ, ഇത് ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്, എവിടെ നിന്നാണോ വാങ്ങിയതെന്നൊക്കെ. പക്ഷേ ഞാനിത് ഹെയർ സീറമാണെന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല. അത്ര ക്ലീൻ റിച്ച് പ്രീമിയം സ്മെല്ലാണിത്. ഹോണസ്റ്റ്ലി നമുക്ക് ഡ്രസ്സിൽ പോലും ഇത് വാരിത്തേക്കാൻ തോന്നും. പക്ഷേ ഇതിൻ്റെ പ്രൈസ് ഓർക്കുമ്പോൾ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യും. കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ബട്ട് ഇതൊരു വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. കാരണം ഇപ്പം നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻസ് വെക്കുന്നു, ഒരുപാട് പേര് ഹെയർ സ്പാ ചെയ്യുന്നു. ഇതിനൊക്കെ നമുക്ക് പാർലറിൽ പോയാൽ എത്ര പ്രൈസാണ് വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് നമുക്കൊരു 3 months വരെ ഈ ഒരു ബോട്ടിൽ എന്തായാലും നമുക്ക് ലാസ്റ്റ് ചെയ്യും. അപ്പം നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. കാരണം ജസ്റ്റ് 2-3 സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ സ്കാൽപ്പിൽ അങ്ങോട്ട് സ്പ്രെഡായി നമ്മളെ സ്കാൽപ്പിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയറും ആ റൂട്ടിലുള്ള എല്ലാ പ്രോബ്ലംസും എല്ലാം സോൾവ് ആയി ഹെയർ ഫോൾ തന്നെ ഇല്ലാതാവും. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 2 days റിസൾട്ട് കാണാം. പിന്നെ ബോട്ടിൽ ചെറിയാണെന്ന് കണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. 1 or 2 സ്പ്രേ മതി സ്കാൽപ്പ് മുഴുവൻ സ്പ്രെഡ് ആകാൻ. സോ 1 bottle ഈസിലി ലാസ്റ്റ് അറൗണ്ട് 3 months. ആൻഡ് യെസ്, ഇതിൻ്റെ പ്രൈസ് 4350 rupees ആണ്. ചിലപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഡയറക്റ്റ് നമ്മൾ അതിൻ്റെ സൈറ്റിൽ കയറി വാങ്ങുകയാണെങ്കിൽ ഇത്ര പ്രൈസ് വരില്ല. ഞാനിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. സോ ഇത് ഞാൻ ആരും റിവ്യൂ ചെയ്തൊന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് ഡോക്ടർ റെക്കമെൻഡഡ് ആണിത്. അതുകൊണ്ടാണ് ഞാനിത് ഫസ്റ്റ് യൂസ് ചെയ്തത്. യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അടിപൊളി റിസൾട്ട് കിട്ടി. എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പം ബിഫോർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആഫ്റ്ററാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാണിക്കണേ. ഇതിലും ഭയങ്കര ഹെയർ ഫോളും ഗ്യാപ്സൊക്കെ ആയിരുന്നു. പിന്നെ ബേബി ഹെയർസ് ഒക്കെ ഇപ്പോഴത്തേക്ക് ഒരുപാട് വന്നു തുടങ്ങി. ഹെയർ ഫോൾ തന്നെ ഇല്ലാതായി. ഹെയർ നല്ല ഡ്രൈ ആയിരുന്നു, ഇപ്പം നല്ല സോഫ്റ്റായി. ഇത് വാഷ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആഫ്റ്റർ വാഷാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. ജസ്റ്റ് വാഷ് ആൻഡ് വെറ്റ് ഹെയറിൽ ജസ്റ്റ് ഇത് നമുക്ക് വെറ്റ് ഹെയറോ ഡ്രൈ ഹെയറിലോ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് മസാജ് ഇറ്റ് ആൻഡ് ലീവ് ഇറ്റ്. എന്നിട്ട് നമുക്ക് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ പെർഫ്യൂമിൻ്റെ പോലും ആവശ്യമില്ല. ഇത് അത്രക്കും നല്ല സ്മെല്ലുമാണ്. പിന്നെ നമുക്ക് തന്നെ അറിയാം, ഇപ്പം ഹെയർ സ്പാ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ആയ മന്ത്ലി റിസൾട്ട് വരണമെന്നില്ല അല്ലേ. കണ്ടിന്യൂസ് ഒരു 6 months 7 months ഒക്കെ ചെയ്യാൻ ബ്യൂട്ടീഷ്യൻസ് ഒക്കെ നമ്മളോട് റെക്കമെൻഡ് ചെയ്യാറ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു 3 months ഇത് യൂസ് ചെയ്യാനും പറ്റും. പെട്ടെന്ന് റിസൾട്ടും കിട്ടും. ഒരുപാട് ബേബി ഹെയർസ് വരാൻ തുടങ്ങും. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. സോ ഹെയറിനെ പറ്റി ഓർത്ത് ഇപ്പം ലേസി ആയിട്ടുള്ളവർക്ക്, ബിസി ആയിട്ടുള്ള ഷെഡ്യൂളുള്ളവർക്ക്, ബിസി ആയിട്ട് വർക്ക് ചെയ്യുന്നവർ, അല്ലെ ഫാമിലിയിൽ ഭയങ്കര തിരക്കും, ഫാമിലിയിൽ കുട്ടികളും അങ്ങനെയൊക്കെ ഉള്ള പാരൻസ്, അങ്ങനെയുള്ളവർക്കൊക്കെ ഹെയർ ഫോൾ ടെൻഷൻസ് വരുമ്പോൾ അല്ലെ, ഭയങ്കര ബിസി ഷെഡ്യൂൾ വരുമ്പോൾ, എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ പ്രോബ്ലം വരുമ്പോഴൊക്കെ ഹെയർ ഫോൾ വളരെ കൂടുതലായിരിക്കും. അപ്പം അതിനൊക്കെ അതിൻ്റെതായ സപ്ലിമെൻറ്റ്സ് എടുക്കണമെങ്കിലും
ഹെയറിന് കുറച്ചും കൂടെ കെയർ കൊടുക്കാൻ തിരക്കുള്ളവർക്ക്, ബിസി ആയിട്ടുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത്, അല്ലെ നമുക്ക് നമ്മളെ കുളി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഒരു 2 സെക്കൻഡ് ഈ ഹെയർ ഒന്ന് സ്പാ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് ജസ്റ്റ് ഒന്ന് നമ്മളെ കൈ കൊണ്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഓയിലി ആയിട്ടുള്ള ഒരു എഫക്റ്റും ഇതിനില്ല. ജസ്റ്റ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്ട്രെച്ചാണ്. അപ്പോൾ ഓയിലി ഫീൽ ഇല്ല. അല്ല, വെറ്റ് ഹെയറിലും ഡ്രൈ ഹെയറിലും യൂസ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ യൂസ് വാഷ് ചെയ്യേണ്ട, ജസ്റ്റ് സ്പ്രേ മസാജ് ആൻഡ് ലീവ് ഇറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിലോട്ട് പോവാം. സോ ബോട്ടിൽ ചെറുതാണെന്ന് വെച്ചിട്ട് ഞാനിത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പറയുന്നില്ല. അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക്, ഇപ്പം ഹെയറിന് വേണ്ടി ഒരുപാട് പൈസ ഒക്കെ കളയുന്നവരുണ്ടാവും ബ്യൂട്ടി പാർലറിലൊക്കെ പോയി, എന്നിട്ട് ചിലപ്പോൾ റിസൾട്ട് കിട്ടാത്തവരൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ബെസ്റ്റ് സൊല്യൂഷനാണിത്. നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അല്ല, നമുക്കിത് യൂസ് ചെയ്തതിന് ശേഷം എവിടെ വേണമെങ്കിലും പുറത്തും പോകാൻ പറ്റും. ചിലർക്ക് ഇപ്പോൾ നമുക്ക് സ്പാ ചെയ്താലൊക്കെ അറിയാലോ, നമ്മൾ 2-3 hours ഒക്കെ അത് നമ്മൾ മസാജൊക്കെ കഴിഞ്ഞ് വാഷ് കഴിഞ്ഞ് അല്ലേ. അപ്പോൾ ഇത് അങ്ങനെയൊന്നുമില്ല. ഇതൊരു സ്പായിനയിൽ നല്ലൊരു എഫക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഹെയറിന് തരുന്ന റിസൾട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം എല്ലാവർക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഇതൊന്ന് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നല്ല റിസൾട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, അത്രക്കും അടിപൊളി റിസൾട്ടാണ്. നല്ല സ്മൂത്ത് ആവും ഹെയർ, ഡാൻഡ്രഫ്, ഹെയർ ഫാൾ ഇല്ലാതാവും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നല്ലൊരു റിസൾട്ട് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഫോർ ലിങ്ക്.